ഉദ്യോഗസ്ഥ സംഘം പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. പാലക്കാട് SP ഇൻചാർജിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ജില്ലാ പോലീസ് മേധാവി, RTO, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയ പാതാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന നടത്തുന്നത്. അപകടം സംഭവിച്ച സ്ഥലത്താണ് പരിശോധന. പാലക്കാട് കരിമ്പ വാഹന അപകടത്തിലാണ് അപ്പോൾ ഉന്നത സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. ഗോകുലാണ് നമുക്കിപ്പം വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഗോകുൽ, നേരത്തെ നാളേക്ക് സംയുക്ത പരിശോധന മാറ്റുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഒടുവിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു? ആരൊക്കെയുണ്ട് സംഘത്തിൽ? അതായത് പാലക്കാട് SP ഇൻചാർജ്, ഇപ്പോൾ പാലക്കാട് SP അവധിയിലാണ്, മലപ്പുറം SPക്കാണ് ചാർജ്. SP ഇൻചാർജ്, അതോടൊപ്പം തന്നെ RTO മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഹൈവേ അതോറിറ്റി എന്നിവരാണ് ഈ ഒരു പരിശോധനയ്ക്കായി ഇവിടെ എത്തിയത്. ഇവിടുത്തെ അപകട കാരണങ്ങൾ അവർ വിലയിരുത്തി ഇനി അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കുക. എന്തൊക്കെയാണ് ഇതിലൊരു ഈ അപകടങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എങ്ങനെ കാണാൻ കഴിയും എന്ന് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടായിരിക്കും അവർ നൽകുക. അതേസമയം തന്നെ കുറച്ചു മുൻപാണ് മന്ത്രി KB ഗണേഷ് കുമാറും ഈ പ്രദേശം സന്ദർശിച്ച് അദ്ദേഹം വാഹനം ഓടിച്ച് ഈ സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വശമുണ്ടല്ലേ റോഡിന്റെ, ഈ ഭാഗത്തെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കി വലതുഭാഗത്തേക്ക് മാറ്റും. ഇവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡ് അടക്കം മാറ്റി അപ്പുറത്തേക്ക് സ്ഥാപിക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. കാരണം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള അവിടെ ഒരു വഴി കുറവാണ്, വലതുവശം ചേർന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക. അത്തരത്തിലുള്ളൊരു സമഗ്രമായ മാറ്റങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള ഓട, അതിലൂടെ വെള്ളം ഒഴുകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഇന്ന് കോൺഗ്രസ് രാവിലെ മുതൽ ഇവിടെ നിരാഹാര സമരത്തിലാണ്. അദ്ദേഹം അവരുടെ സമരപ്പന്തലെത്തി അവരോട് സംസാരിക്കുകയും ആ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പരിശോധനകൾ നടത്തി. ആ പരിശോധനയുടെ ഒരു ഫലം കൂടി നാളെ എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഉന്നത സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നീട് സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ വരുമെന്ന് അറിയാൻ കഴിയുക. ഏതായാലും അടിയന്തരമായി തന്നെ ഡിവൈഡറുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകുന്നത്.